ഇനി നിയമയുദ്ധം നടത്തി ആർക്കും കുഴപ്പമില്ല, നിയമയുദ്ധം നടത്തിക്കോട്ടെ. പക്ഷേ നേരിട്ടുള്ള ക്രിമിനൽ യുദ്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളൂ. അത് നടത്താനാണ് സുധാകരൻ ശ്രമിച്ചത്. അതിന് ജനങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കിയ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനമാണ്. സഖാവ് പിണറായി പങ്കെടുത്ത 6 പരിപാടി നടന്നിട്ടുണ്ട് അവിടെ. ആ ഒരു മുനിസിപ്പാലിറ്റിയും അതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള 3 പഞ്ചായത്തുമാണ് അവിടെ. അതോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പരിപാടി, ജനകീയമായ രാഷ്ട്രീയമായ ഒരു പരിപാടിയും UDF ഓ BJP ഓ നടത്തിയിട്ടില്ല. അപ്പോൾ നല്ലൊരു ജനകീയ മുന്നേറ്റം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീണ്ടും ആവർത്തിക്കുന്നത്, പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം ചരിത്ര വിജയം നേടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പാലക്കാട് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും മുമ്പ് CPM ഇങ്ങനെ പരസ്യമായി പറഞ്ഞിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിൻ്റെയും SDPIയുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും ഉള്ളത് എന്ന് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ റിവ്യൂ പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത്. ഇപ്പം തിരിച്ചറിയോടുകൂടി കൃത്യമായിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതോടുകൂടി മാധ്യമത്തെയും അതുപോലെ തന്നെ മീഡിയ വണ്ണിനെയും എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ കാലത്ത് ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള ശ്രമമാണല്ലോ, ആ ഉള്ളിൽ കൂടി നടത്തിയ ശ്രമമെല്ലാം പരസ്യമായി. ആ പരസ്യമായ നിലപാട് ഞങ്ങൾ കൊടുത്തു. അത്രയേ ഉള്ളൂ കാര്യം. അതേന്ന് അതൊന്നും അത് ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും എഴുതിയിട്ടുള്ള ഒരു മുഖപ്രസംഗം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഇപ്പോൾ ഈ മീഡിയ വണ്ണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആണെന്ന് ആരെങ്കിലും അറിയോ? അറിയില്ലോ? അറിയോ? അറിയോ? എല്ലാവർക്കും അറിയാമല്ലേ? ഇപ്പോൾ അറിയുള്ളൂ, നമുക്കറിയില്ല. ഈ പത്രക്കാർക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ അറിയാം. അതുപോലെ മാധ്യമം ജമാഅത്ത് ഇസ്ലാമിൻ്റെതാണെന്ന് ആരെങ്കിലും അറിയോ? അപ്പോൾ അറിയാതെ ഘട്ടത്തിൽ ഞങ്ങളെല്ലാം മാധ്യമത്തോടും അതുപോലെ തന്നെ മീഡിയ വണ്ണിനോടെല്ലാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പച്ചയായിട്ട് വർഗീയത അതിൻ്റെ മുഖമുദ്രയായിട്ട് മാറുകയും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതനിരപേക്ഷതയ്ക്ക് എതിരാണ്, ഒരു ഭാഗത്ത് RSSൻ്റെ കൗണ്ടർ പാർട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് എതിർക്കുന്നത്. ഇനി എതിർക്കും. അപ്പോൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത്രത്തോളം പുറത്തു വരാത്ത ഘട്ടത്തിൽ കണ്ട ഒരു കാര്യം വെച്ചിട്ട് അത് അന്ന് നേടാൻ സാധിച്ചിട്ടുള്ള കാര്യം ഇനി നേടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അത്രയേ ഉള്ളൂ. ഇപ്പോഴും ലീഗ് അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതാണ് ഞങ്ങളുടെ വിമർശനം. അതിൻ്റെ തടവറയിലാണ്, അതിൻ്റെ ആശയ തടവറയിലാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, വെറും തടവറയല്ല, ആശയ തടവറയിലാണെന്ന് പറഞ്ഞത് ഈ വർഗീയത കൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ ആയിരുന്നില്ല. പലപ്പോഴും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ നമ്മൾ ശക്തിയായ രീതിയിൽ ഈ ഭരണവികാരത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ BJPയുടെ ഒപ്പം അതിശക്തിയായിട്ട് എതിർത്ത് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ഒപ്പം നിന്നല്ലോ ലീഗ് ഉൾപ്പെടെ. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും അതല്ല നിലപാട് സ്വീകരിച്ചത്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായ നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്ന് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മതരാഷ്ട്രം വരാൻ പാടില്ല എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ഇത് മതരാഷ്ട്രം വേണമെന്ന് പറയുന്നവരുമായി ചേർന്നതാണ് പ്രശ്നം. അതാ കാര്യം. രണ്ടിനും രണ്ട് വ്യത്യാസം മനസ്സിലായില്ലേ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ EP ജയരാജൻ ലീഗിനെ LDFിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളും LDFിലേക്ക് ഒരാളും ക്ഷണിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്നാൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലപാടുകളെ കോൺഗ്രസ് വിരുദ്ധവും BJP വിരുദ്ധവുമായ നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഇനിയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ വന്നാൽ വരട്ടെ. ഇപ്പോഴും നേരെ മറിച്ചാണുള്ളത്, വർഗീയതയോടൊപ്പമാണ് ചേർന്നിട്ടുള്ളത്. അതും രാഷ്ട്രവാദം അംഗീകരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒപ്പമാണ് ചേർന്നിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യും. എതിർത്ത രീതി തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ശക്തിയായിട്ട് എതിർക്കും.